പിൻവാതിലിലൂടെ ഓട് പൊളിച്ചിറങ്ങി മേജറായി എന്ന് സംശയിക്കുന്ന രവി ഉണ്ടല്ലോ. രവിയുടെ കണ്ണിൽ കയറാത്തൊരു ദൃശ്യമുണ്ട്. നാട്ടുകാർ പക്ഷെ അത് കാണണം. ദേ നോക്കിയേ, ഒരു വീട്ടിലെ ചടങ്ങിൽ RSS നേതാവായിട്ടുള്ള മോഹൻ ഭാഗവത് എങ്ങനെയാണ് പോയതെന്ന്. മുഖ്യമന്ത്രിയാണെങ്കിൽ എനിക്ക് ഈ 56 വണ്ടിയും 560 പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ജനങ്ങൾക്ക് എന്നെ വേണ്ടാന്നുള്ളതല്ലേ, എന്നെ കൊല്ലാൻ നടക്കുന്നത്. പിന്നെ ഞങ്ങളോട് ഇരിക്കരുത്. ഞാൻ തന്നെത്താൻ വെടിവെച്ച് ആവണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടത്തുന്ന ആരോഗ്യ വെടിവെച്ച് കൊല്ലുന്നു. അപ്പൊ തന്റെ ബിഹേവിയർ അത്രയും വൃത്തികെട്ടായതുകൊണ്ടല്ലേ താൻ ഇത്രയും ആൾക്കാരെ ഉപയോഗിക്കുന്നത്. മുഖ്യമന്ത്രിയാണെങ്കിൽ എനിക്ക് ഈ 56 വണ്ടിയും 560 പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ജനങ്ങൾക്ക് എന്നെ വേണ്ടാന്നുള്ളതല്ലേ, എന്നെ കൊല്ലാൻ നടക്കുന്നത്. പിന്നെ ഞങ്ങളോട് ഇരിക്കരുത്. ഞാൻ തന്നെത്താൻ വെടിവെച്ച് ആവണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടത്തുന്ന ആരോഗ്യ വെടിവെച്ച് കൊല്ലുന്നു. അപ്പൊ തന്റെ ബിഹേവിയർ അത്രയും വൃത്തികെട്ടായതുകൊണ്ടല്ലേ താൻ ഇത്രയും ആൾക്കാരെ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ സഞ്ചരിക്കുന്ന വർഗീയവാദിയാണ്. നികുതിപ്പണമെടുത്ത് ഒരാൾക്ക് ഇത്രയും സുരക്ഷയും ഇത്രയും വാഹനവും, പ്രത്യേകിച്ച് അറിയാലോ, ഇന്ധനത്തിന് വലിയ പ്രതിസന്ധിയും വിലക്കയറ്റവും ഉണ്ടാകുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിലെ പാവങ്ങളുടെ നികുതിപ്പണം ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ച് ഒരു മഹാൻ കടന്നു പോകുന്ന രീതി നോക്കിയേ. മുഖ്യമന്ത്രിയാണെങ്കിൽ എനിക്ക് ഈ 56 വണ്ടിയും 560 പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ജനങ്ങൾക്ക് എന്നെ വേണ്ടാന്നുള്ളതല്ലേ, എന്നെ കൊല്ലാൻ നടക്കുന്നത്. പിന്നെ ഞങ്ങളോട് ഇരിക്കരുത്. ഞാൻ തന്നെത്താൻ വെടിവെച്ച് ആവണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടത്തുന്ന ആരോഗ്യ വെടിവെച്ച് കൊല്ലുന്നു. അപ്പൊ തന്റെ ബിഹേവിയർ അത്രയും വൃത്തികെട്ടായതുകൊണ്ടല്ലേ താൻ ഇത്രയും ആൾക്കാരെ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഈ രവിമാരുടെ ഒന്നും കണ്ണിൽ പിടിക്കാത്ത ദൃശ്യമാണ്. കാര്യം ഇത് ചെയ്യുന്നവരെ കുറിച്ച് ഒരിക്കലും വായി തുറക്കില്ല. കാര്യം ജാതിയുണ്ട്, RSS ആണ്. പേരിനൊപ്പം വാലുള്ളവർ ഇതൊക്കെ ചെയ്താൽ രവിമാർക്കൊക്കെ വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഒരു മരണാനന്തര ചടങ്ങ് വീടോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ചടങ്ങ് നടക്കുന്നിടത്തേക്ക് ഈ നാട്ടിൽ ഒരു 10 പൈസയുടെ ഗുണമില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ ഖജനാവിലേക്ക് 10 പൈസ കൊടുക്കാതെ ഈ നാട്ടിലെ പാവങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തെ അടിച്ചു തീർക്കുകയും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തെല്ലാം അനാവശ്യമായി സുരക്ഷ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഈ വ്യക്തികളെ കുറിച്ചൊക്കെ എന്തുകൊണ്ടാണ് രവിമാർ മിണ്ടാത്തതെന്ന് നമ്മുടെ സമൂഹം ആലോചിക്കണ്ടേ. പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം ഇന്നസെന്റിന്റെ മരണവീട്ടിൽ വന്നതിനെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞു. 56 വാഹനത്തിന്റെ അകമ്പടിയിലാണ് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം VD സതീശൻ അങ്ങനെയല്ല എന്ന് വരുത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഈ സമൂഹത്തോട് റിയൽ ആയിട്ട് ചൂഷണം ചെയ്യുന്നവരെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഈ രാജ്യത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഗുണമില്ലാത്തൊരു വ്യക്തി, ഈ നാട്ടിലെ മനുഷ്യരെ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മതവർഗീയതയ്ക്ക് വേണ്ടി നടക്കുന്ന വ്യക്തിക്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ഉപ്പും ചോറും നികുതിപ്പണമായി കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ പോറ്റേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ എന്താണ് രവിയുടെയൊക്കെ അഭിപ്രായമെന്ന് നാട് കേൾക്കണ്ടേ, അല്ലെങ്കിൽ ചോദിക്കണ്ടേ? അപ്പോ ചിലരുടെ കാര്യത്തിൽ അതൊക്കെ ആകാം, അവർക്ക് വേണം, അവർ ചെയ്താൽ സൂപ്പർ. പക്ഷേ ജാതിയിൽ കുറഞ്ഞ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ, അതായത് കോരന്റെ മകൻ പിണറായി വിജയൻ, അദ്ദേഹത്തിന് എന്ത് ചെയ്താലും കുറ്റമാണ്. അദ്ദേഹത്തെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ കാലത്തും ഇകഴ്ത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ സന്ദർഭം കിട്ടുമ്പോൾ മൈക്കിലൂടെ ഡയലോഗ് അടിക്കുന്ന ആ ജാതിബോധത്തെക്കുറിച്ച് നമ്മളൊന്ന് തിരിച്ചറിയണം. മോഹൻ ഭാഗവത് എന്ന സവർണ സംഘി യാത്ര ചെയ്യുന്നതും പൊടിച്ചു കളയുന്ന നികുതിപ്പണമെല്ലാം ഒരു പ്രശ്നമല്ലാത്തവർക്ക് അപ്പോ നികുതിപ്പണമല്ല വേദന. വേദന എന്ന് പറയുന്നത് വ്യക്തിയും ജാതിയുമാണ്. അത് ഈ നാട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.